വർഷങ്ങളായി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ കൈവിട്ടതിന് പിന്നാലെ ഇടതുപക്ഷത്തിൽ നിന്ന് വ്യാപകമായ ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊക്കെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം ഗായത്രി ബാബുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും ആര്യ രാജേന്ദ്രന്റെ ഒരു മറുപടി, അത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയി വരികയാണ്. ഒരു ഇഞ്ച് പിന്നോട്ടില്ല, നോട്ട് ആൻ ഇഞ്ച് ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ്, ഒരു ഫോട്ടോ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കി ഇട്ടുകൊണ്ടാണ് തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ ആദ്യത്തെ പ്രതികരണം. വാട്സ്ആപ്പ് സ്റ്റാറ്റസിലാണ് ഈ പ്രതികരണം. ഗായത്രി ബാബു ഉൾപ്പെടെയുള്ളവർ പരോക്ഷമായ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആര്യയുടെ ഈ പ്രതികരണം. 1977 രൂപീകരിച്ച ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ അരനൂറ്റാണ്ടിനിടെ UDF-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത് 2 തവണ മാത്രം. 8 തവണയും സീറ്റ് കേരള കോൺഗ്രസിനായിരുന്നു. ഇതിൽ 2 തവണ മാത്രമാണ് LDF-ന് വിജയിക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 25 വർഷമായി റോഷി അഗസ്റ്റിനാണ് MLA. 2021-ൽ കേരള കോൺഗ്രസ് മാണി ജോസഫ് വിഭാഗങ്ങൾ നേർക്കുനേർ മത്സരമായിരുന്നു. എന്നാൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി വേണമെന്ന DCCയുടെ ആവശ്യം മുന്നണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അവസാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിടിവാശിക്ക് മുമ്പിൽ കേരള കോൺഗ്രസ് കീഴടങ്ങി. സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തു. KPCC വൈസ് പ്രസിഡന്റ് റോയി കെ പൌലോസാണ് UDF സ്ഥാനാർത്ഥി. കോൺഗ്രസ് സീറ്റ് പിടിച്ചെടുത്തതിൽ കേരള കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം ഇപ്പോഴും അസംതൃപ്തിയിലാണ്. PJ ജോസഫ് സാർ ഒരു തീരുമാനം എടുക്കുമ്പോൾ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ സ്വാഭാവികമായിട്ടും അംഗീകരിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. പക്ഷേ എത്രമാത്രം അണികളുടെ ഇടയിൽ അത് സ്വാധീനിക്കപ്പെടുമെന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും ഞാനിപ്പം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അണികളുടെ ഇടയിൽ കേരള കോൺഗ്രസിന് സീറ്റിനെ സംബന്ധിച്ച് വികാരമൊക്കെ ഉണ്ടായിരുന്നു. അതിനെ എത്രമാത്രം തണുപ്പിക്കാൻ പറ്റും ആ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും. കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമോ എന്ന ആശങ്ക UDF നേതൃത്വത്തിനുണ്ട്. റോയി കെ പൌലോസ് സ്ഥാനാർത്ഥിയായതിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും അസംതൃപ്തിയിലാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.